സംഭവം എന്താന്ന് വച്ചാല് ഇത് 63 വയസ്സുള്ള ട്രേസി സ്കീറ്റ്സിന്റെ കഥയാണ്. ഒറ്റപ്പെടലും ഒരു കൂട്ടിനുള്ള ആഗ്രഹവുമൊക്കെ തട്ടിപ്പുകാർ എങ്ങനെ മുതലെടുക്കുന്നു എന്നതിന്റെ ഒരു ഞെട്ടിക്കുന്ന ഉദാഹരണം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആർക്കും ഇത് സംഭവിക്കാം കേട്ടോ. അപ്പോ ഒന്നാമത്തെ കാര്യം, ഈ തട്ടിപ്പെങ്ങനെയാണ് തുടങ്ങിയത്? ഷാർലറ്റ് എന്ന പേരിൽ ഒരു സ്ത്രീ ട്രേസിയുമായി ഓൺലൈനിൽ നല്ല കൂട്ടായി. ഓസ്ട്രേലിയയിലേക്ക് വരാം, കല്യാണം കഴിക്കാം, ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കാം എന്നൊക്കെ വാഗ്ദാനം കൊടുത്തു. പക്ഷെ പിന്നങ്ങോട്ട് ഓരോ കാരണങ്ങളായിരുന്നു. ഫോൺ കേടായി, ആരോ ആക്രമിച്ചു, പിന്നെ മയക്കുമരുന്ന് കേസ്, അവസാനം കോമയിലായി, എന്നൊക്കെ പറഞ്ഞ് പണം തട്ടാൻ തുടങ്ങി. ആദ്യം ഒരു $500 അയച്ചു, പിന്നെ 3000, 4000 ഒക്കെ ആയി. അവസാനം കിട്ടുന്ന പെൻഷന്റെ 80% അയാൾ അയച്ചു കൊടുത്തു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ വികാരങ്ങളെ ചൂഷണം ചെയ്താൽ പിന്നെ ചിന്തിക്കാനുള്ള കഴിവ് പോകും. സംഗതി തട്ടിപ്പാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. എങ്ങനെയെന്നോ, ആ ഷാർലറ്റിന്റെ ഫോട്ടോകൾ ഒരു കൊളംബിയൻ മോഡലിന്റേതാണെന്ന് ഒരു റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ കണ്ടുപിടിച്ചു. എന്നിട്ടും പണം അയക്കുന്നത് നിർത്തിയില്ല. ട്രേസി തന്നെ പറയുന്ന പോലെ അവർ നമ്മുടെ തലച്ചോറിലങ്ങ് കേറിക്കൂടും. സ്വന്തം കാർ വിറ്റു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിറ്റാറുകൾ വിറ്റു, എന്തിന് ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ലാതായി. അവസാനം ഇതിന്റെയൊക്കെ ഒരു ഭവിഷ്യത്ത്, അത് ഭയങ്കരമായിരുന്നു. ട്രേസിക്ക് സ്വന്തം വീട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. ഈ ചതിയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്ത സ്വന്തം മകളുമായിട്ട് പോലും അകന്നു. അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു തത്തയുണ്ടായിരുന്നു, അതിനെ വരെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോ ഇവിടെ ശരിക്കും അവർ മുതലെടുത്തത് അയാളുടെ വിശ്വാസമല്ല, മറിച്ച് അയാളുടെ പ്രതീക്ഷകളായിരുന്നു. അതുകൊണ്ട് ഓൺലൈൻ ബന്ധങ്ങളില് പൈസയുടെ കാര്യം വരുമ്പോ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാര്യങ്ങൾ എന്തെങ്കിലും ഒരുപാട് പെട്ടെന്നാവുന്നു, അല്ലെങ്കിൽ എല്ലാം ഒരുപാട് പെർഫെക്റ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല.